സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകൻ പിന്നെ ഉത്തരവാദിത്വത്തോടെ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയുടെയും അവളെനിക്ക് തന്ന മക്കളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് വളരെ വലുതാണ്. ആ അച്ഛനായി മകനായുമായ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള വേദനകൾ പറയുന്നു. ഇത് വേദന എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നു പർഗറ്ററി, PURGATORY. പർഗറ്ററി എന്ന് പറയുന്നത് ചുട്ട് പഠിപ്പിച്ച പൈപ്പിലൂടെ, ഇരുമ്പ് പൈപ്പിലൂടെ ആത്മാവിനെ കടത്തിവിട്ട് അതിങ്ങനെ ധൂളായി പൊടിഞ്ഞ് ചിതറി അവസാനം ഇതിൻ്റെ മൗത്തിലൂടെ ഒരു തണുത്ത കുളിര് പൂരിപ്പിക്കുന്ന ഒരു വാട്ടർ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത് കഷി ചെയ്തിട്ടുകൊണ്ട് അവിടുന്ന് ഇത് മുഴുവൻ ഒത്തുചേർന്ന് സുഖം, സൗഖ്യം, സന്തോഷം, ആനന്ദം, എക്സ്റ്റസി ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ആത്മാവായിട്ട് രൂപം പ്രാപിച്ച് പൊന്തി വരുന്നു. ഞാൻ എൻ്റെ ഈ യാതനകളെല്ലാം ഒരു പെർഗറ്റോറിയൽ പ്രോസസ്സായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനിന്ന് എൻ്റെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആനന്ദം എനിക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല ഒറ്റയ്ക്ക്. നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗവാക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പങ്കുവയ്ക്കുന്ന എൻ്റെ സഹോദരങ്ങൾ മാറണം എന്നുള്ളത് എൻ്റെ ശാഠ്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ശുണ്ഠി കലർന്ന ശാഠ്യം തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ്. ഈ സുരേഷ് കുമാറിനിട്ടൊരു പണി കൊടുക്കാനാണ്. അമേരിക്കയിൽ പ്രേം നസീർ സാറിനെയും കൊണ്ടുപോയി. കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അന്ന് കാമുകിയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ വെച്ചൊരു അറിയാമല്ലോ എന്തിൻ്റെ പേരിലായിരിക്കുമെന്ന് മദ്യപിച്ചെത്തിയ ഒരു പറ്റം ആൾക്കാർ എന്തോ ചെയ്യാൻ ഒരു കരപ്രയോഗത്തിന് മുതിർന്നപ്പോൾ അത് നടന്നു. പക്ഷെ അതിൻ്റെ ദേഷ്യം തീർക്കാൻ കാമുകൻ്റെ വികാരം നടന്നു. ആരെയോ തല്ലി. അമേരിക്കയാണെന്നുള്ളത് ഓർത്തില്ല. അവിടെ ഉള്ളവരെല്ലാം കൂടെ കാറിൽ ചേസ് ചെയ്ത് നസീർ സാർ ഇരിക്കുന്ന കാറിനകത്താണ് ഈ ഗൂണ്ടയിരിക്കുന്നത്. തെരുവിലിട്ട് വളഞ്ഞു പിടിച്ച് അവിടുത്തെ മരത്തിൻ്റെയൊക്കെ ചില്ലയൊടിച്ച് തല്ലാൻ വന്നപ്പോൾ അവിടെ വെച്ച് സുരേഷ് കുമാർ ഒരു വാക്ക് പറഞ്ഞു, തല്ലിക്കോ, തല്ല് കൊള്ളും, പക്ഷെ ഇതോടെ കേട്ടിട്ട് തല്ലണം. നിങ്ങളിപ്പം തല്ലും, ഞാൻ കൊള്ളും. പക്ഷേ തിരുവല്ലയിലും ചെങ്ങന്നൂരിലുമുള്ള നിന്റെ വീട്ടുകാരൊക്കെ ഇതേ തല്ല് നാളെ RSSകാരെടുത്തുനിന്ന് കൊല്ലും എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനാണ് ഈ ഇരിക്കുന്നത്. ഇത് കഥയായി കേട്ട് ഞാൻ കോരിത്തരിച്ചിട്ടുണ്ട്. അസത്യമാണെങ്കിൽ ഇപ്പം പറയണം, മൈക്കുണ്ട്.